മക്കളെ, പ്രാർത്ഥിക്കുന്നില്ലേ? അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. വിശുദ്ധ കുർബാനയിലും ഇവിടുത്തെ ആരാധനയിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പ്രത്യേകമായ നിയോഗങ്ങൾ വെച്ചല്ലേ നമ്മൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സ്വദേശങ്ങളിലും വിദേശങ്ങളിലുള്ള എല്ലാ മക്കളുടെ അടുത്തേക്ക്, വീട്ടിലേക്ക് യേശു വന്ന് നമ്മെ അനുഗ്രഹിക്കുകയാണ് ഓരോ വചനത്തിലൂടെ നിർവഹിക്കുന്നത്. ഇന്നത്തെ വചനം നമുക്ക് കേൾക്കണ്ടേ? നിയമാവർത്തന പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവാക്യം. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കും. എന്റെ പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തെ തിരഞ്ഞെടുക്കുന്നവർ ചെയ്യേണ്ടത് ദൈവത്തിന്റെ വാക്ക് കേൾക്കണം, ദൈവത്തോട് ചേർന്ന് നിൽക്കണം. ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ദൈവിക മനോഭാവമുള്ളവരായിത്തീരും. പരിശുദ്ധ കന്യാമറിയം അതല്ലേ പറഞ്ഞത്? ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതുപോലെ നമുക്കും പറയാൻ സാധിക്കുമോ? വിശുദ്ധാത്മാക്കൾ ഇങ്ങനെയല്ലേ ചെയ്തത്? ദൈവം പറയുന്നത് കേട്ടു, ദൈവത്തോട് ചേർന്ന് നിന്നു, അവർ വിശുദ്ധരായി തീർന്നില്ലേ? രക്തസാക്ഷികൾ എന്താ ചെയ്തത്? ദൈവം പറയുന്നത് കേട്ടു, ദൈവത്തോട് ചേർന്ന് നിന്നു. ഒരു തിന്മയുടെ ശക്തിയും അവരെ ആക്രമിക്കാൻ വന്നില്ല. മരണത്തിന് മരണം, രക്തത്തിന് രക്തം ചിന്താൻ അവർക്ക് കഴിഞ്ഞത് ദൈവത്തിന്റെ വാക്ക് കേട്ടു, ദൈവത്തോട് ചേർന്ന് നിന്നു. നമുക്കും നമ്മുടെ ജീവിതത്തെ, അനുദിന ജീവിതങ്ങളിൽ, എല്ലാ തീരുമാനങ്ങളിലും പ്രവൃത്തികളിലും ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പരിശുദ്ധാത്മാവ് കൃപ നൽകട്ടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ഇത് ഷെയർ ചെയ്യുന്ന എല്ലാ മക്കളോടും കൂടി ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.